യുക്രൈനിൽ ഐക്യരാഷ്ട്ര സംഘടന നിയന്ത്രിക്കുന്ന സർക്കാർ വേണമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ താൽക്കാലിക സർക്കാർ UN നിയന്ത്രണത്തിലായിരിക്കണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു. എന്നാൽ പുടിന്റെ ഈ നിർദ്ദേശത്തെ വൈറ്റ് ഹൗസ് തള്ളിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വ്ളാഡിമിർ പുടിൻ ഇത് സംബന്ധിച്ച് പറഞ്ഞത്? തീർച്ചയായും യുക്രൈനിൽ ഒരു ഐക്യരാഷ്ട്രസഭ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ വേണം എന്നൊരു നിലപാടാണ്. അതായത് താൽക്കാലിക സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ, തെരഞ്ഞെടുപ്പ് നടന്ന് വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ പ്രസിഡന്റിനെ അധികാരത്തിലേറ്റുന്നതുവരെ പുതിയ സർക്കാർ അല്ലെങ്കിൽ താൽക്കാലിക സർക്കാരിനെ നിയന്ത്രിക്കേണ്ടത് UN ആണ് എന്നൊരു നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പ് ഇടവേളകളിൽ കൃത്യമായി നടക്കാത്തൊരു സാഹചര്യമാണ് യുക്രൈനിൽ നിലനിൽക്കുന്നത്. സ്വാഭാവികമായും അധികാരത്തിൽ തുടരുകയാണ് സെലൻസ്കി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ നിലപാട് പുടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏറെ പ്രകോപനപരമായി പുടിൻ ഈ നിലപാട് സ്വീകരിക്കാനുള്ള കാരണമായി സൂചനകൾ പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം പുടിന്റെ മരണത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന വളരെ വിവാദപരമായ ഒരു പ്രസ്താവന സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ താൽക്കാലിക സർക്കാരിന്റെ അല്ലെങ്കിൽ താൽക്കാലിക സംവിധാനം വേണമെന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ താൽക്കാലിക സംവിധാനം എന്ന് പറയുന്നത് തന്നെ നേരത്തെ നമുക്കറിയാവുന്നതാണ്. പുടിൻ റഷ്യയുമായുള്ള യുക്രൈന്റെ വിഷയങ്ങൾ കൃത്യമായും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് കോമ്പിറ്റന്റ് ആയ ഒരു സർക്കാർ വേണം, അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ഒരു സർക്കാർ വേണമെന്ന നിലപാടിലാണ് ഇപ്പോൾ പുടിൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ കാര്യപ്രാപ്തിയുള്ള ഒരു സർക്കാരിനെ നിർമ്മിക്കുന്നതിനെ അല്ലെങ്കിൽ രൂപീകരിക്കുന്നതിന് അനിവാര്യമായത് UN നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സ്വതന്ത്ര നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം വേണമെന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും നേരത്തെ ദൃശ്യം സൂചിപ്പിച്ചതുപോലെ വൈറ്റ് ഹൗസ് ഇക്കാര്യത്തിൽ അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസ് പറയുന്നത് യുക്രൈനിലെ തെരഞ്ഞെടുപ്പെല്ലാം തന്നെ യുക്രൈനിലെ ഭരണഘടനാ പ്രകാരം നടക്കണമെന്ന നിലപാടാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ നേരത്തെ നമുക്കറിയാവുന്നതാണ്, സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നു, നിങ്ങൾ അധികാരത്തിൽ തുടരുന്നത് വ്യക്തമായ വ്യവസ്ഥാപിതമായ സംവിധാനത്തോടെയല്ല എന്ന് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. ഇതിനെ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈന്റെ നിലപാട്. യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കണം, വ്യവസ്ഥാപിത സർക്കാർ ഉണ്ടാകണം. ആ വ്യവസ്ഥാപിത സർക്കാരിനുള്ള പൂർണ്ണമായ അധികാരത്തോടെയുള്ള സർക്കാരിന് മാത്രമേ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതിനെ സർക്കാരിനെ തെരഞ്ഞെടുക്കേണ്ടത് താൽക്കാലികമായി UN നിയന്ത്രിക്കുന്ന ഒരു സർക്കാരായിരിക്കണം എന്ന നിലപാടാണ് പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഐസൻ, ഈ പുടിന്റെ ഇത്തരത്തിലുള്ള ഈ നിലപാടിനോട് മറ്റ് ലോക നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോൾ റഷ്യ യുക്രൈൻ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് അമേരിക്കയാണ്. നമുക്കറിയാവുന്നതാണ്, സൗദി അറേബ്യയിൽ തുടർച്ചയായി ചർച്ചകൾ നടക്കുകയും 12-ലേറെ മണിക്കൂറുകൾ ഒറ്റ ദിവസം തന്നെ ചർച്ച നീളുകയും ചെയ്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ചകൾക്ക് പിന്നാലെയാണ് കരിങ്കടലിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക, അതുപോലെ തന്നെ റഷ്യ യുക്രൈന്റെ വൈദ്യുത കേന്ദ്രങ്ങൾ തകർക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക എന്ന നിലപാടുകളിലെല്ലാം തന്നെ എത്തിയത്. ഈ അമേരിക്ക ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് യുക്രൈനിലെ നിലവിലെ ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കുകയും അല്ലെങ്കിൽ നിലവിൽ അവിടെ നിലനിൽക്കുന്ന റൂൾ ഓഫ് ലോ നടപ്പാവുകയും വേണമെന്നൊരു നിലപാടാണ് യുക്രൈനിൽ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ കൃത്യമായ പിന്തുണയുമായി യുക്രൈനെ ഒപ്പം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ നിലപാടുകളാണ് ഇനി ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടി വരിക. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പിന്തുണ യുക്രൈന് നൽകുകയും റഷ്യയുടെ നിലപാടുകളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത ചരിത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് ഈ 26 യൂറോപ്യൻ രാജ്യങ്ങളും നിലവിൽ ഇതുവരെ സ്വീകരിച്ചിരുന്നത്. അതിൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ബ്രിട്ടൻ വളരെ ശക്തമായ ഒരു എതിർപ്പ് തന്നെ നിലപാട് ആയി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഏറെ നിർണായകമാണ്. ആ നിലപാടുകൾ വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ നിലപാട് ഏറെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. യുക്രൈനിലെ നിലവിൽ നിലനിൽക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വേണം തെരഞ്ഞെടുപ്പ് നടക്കാൻ. അത് UN-ന്റെ താൽക്കാലിക സംവിധാനമാകരുത് എന്ന നിലപാടാണ്. നേരത്തെ നമുക്കറിയാം UN-ന്റെ പ്രവർത്തനം സംബന്ധിച്ചും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതുപോലുള്ള UN അനുബന്ധ സംഘടനകളുടെ ഫണ്ടിംഗ് സംബന്ധിച്ചും എല്ലാം തന്നെ തീർത്തും എതിർപ്പുള്ള ഒരു അഭിപ്രായമാണ് അമേരിക്കയ്ക്കുള്ളത്. UN-ന്റെ കാലഹരണപ്പെട്ട UN-നെ അംഗീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തത്വത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തതിന്റെ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ആ ഭരണഘടനാ സംവിധാനങ്ങൾക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നൊരു നിലപാട് അമേരിക്ക പറഞ്ഞു എന്നതാണ് ഏറ്റവും ഗൗരവമായ ഒരു വിഷയം. മാത്രമല്ല, അമേരിക്ക ഈ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അതായത് യുക്രൈൻ റഷ്യ വിഷയത്തിൽ മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. കൃത്യമായ നിലപാട് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.